ഹായ് ഓൾ വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് എക്സ് ആൻഡ് വൈ ക്ലാസ് 7 CBSE. അപ്പോൾ നമ്മൾ MSAT STSE പോലെയുള്ള എക്സാംസിനൊക്കെ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ പാർട്ട് 1 കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ എന്ത് ചെയ്യുക, പോയി കാണുക. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്സ് ആണ് STSE MSAT പോലെയുള്ള എക്സാംസിനൊക്കെ വരുന്നത്. സോ ഈ ഒരു ടൈപ്പ് ഓഫ് സിലബസിൽ വരുന്ന പ്രോബ്ലംസ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് അതിന് പെർട്ടിക്കുലർലി ആൻസർ അറിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ആൻസർ ഒന്ന് മാർക്ക് ചെയ്തേക്കുക. എന്നിട്ട് വേണം നമ്മൾ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുള്ളത്, ഇൻ ദ ഫിഗർ ഗിവൺ ബിലോ അല്ലെങ്കിൽ ഷോൺ ബിലോ ദ ലെങ്ത് ഓഫ് വയർ PQ in case of equal to diameter of സെമി സർക്കിളിൻ്റെ ഡയമീറ്ററിന് അനുസരിച്ചാണ് PQ എന്ന് പറയുന്ന ഈ ലൈൻ ഉള്ളത് എന്നാണ് പറഞ്ഞുള്ളത് കേട്ടോ. ഈ എയിലുള്ള ഈ ആള് എയില് കൊടുത്തിട്ടുള്ള ഈ പിക്ചറിലുള്ള PNQൻ്റെ ഡയമീറ്റർ, അതായത് ഈ സെമി സർക്കിളിൻ്റെ ഡയമീറ്ററും ഈ തന്നിട്ടുള്ള PQ എന്ന് പറയുന്ന പോയിന്റിനുള്ള ആ ലെങ്ത്തും സെയിം ആണെന്നാണ് പറയുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള 1 pin ഈസ് അറ്റാച്ച്ഡ് ടു വയർ വിത്ത് ഹെൽപ്പ് ഓഫ് വാക്സ് ആസ് ഷോൺ, വിച്ച് പിൻ വിൽ ഫാൾ ഫസ്റ്റ്. ആദ്യം ഏത് പിന്നായിരിക്കും ഫോളോ ചെയ്യാന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ എന്താണ്, ഇവിടെ നമ്മൾക്ക് തന്നിട്ടുള്ളത് ഒരു സെമി സർക്കിൾ ആണ്. സോ സെമി സർക്കിളിലൂടെ നമുക്കറിയാം ഇത് സോളിഡ് ആണ്. സോളിഡിൽ ഇങ്ങനെ 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 പോയിട്ടാണ് സിയിലേക്ക് എത്താൻ, റൈറ്റ്? ഇ കഴിഞ്ഞിട്ട് ഡിയിലെത്തണം, ഡി കഴിഞ്ഞിട്ടാണ് സിയിലേക്ക് എത്തേണ്ടത്. കുറച്ച് ടൈം എടുക്കും ആസ് കമ്പയർഡ് ടു സെക്കൻഡ് ഫിഗർ. ഫസ്റ്റ് ഫിഗറിൽ ഈ ക്യൂവിൽ നിന്ന് ഡയറക്റ്റ്ലി പിയിലേക്ക് എത്താൻ അത്രത്തോളം ടൈം വേണ്ട. കാരണം സെമി സർക്കിളിൻ്റെ ഡയമീറ്ററിനേക്കാളും വലുതായിരിക്കും സെമി സർക്കിളിൻ്റെ ആ ഒരു പാർട്ട് എന്ന് പറയുന്നത്, അല്ലേ? ആ ഒരു ലെങ്തിയർ ആയിരിക്കും ആ പാർട്ട്. കർവി ആയിട്ടുള്ള പാർട്ട് കുറച്ചും കൂടി ലെങ്തിയർ ആയിരിക്കും. സോ ടൈം ഏതിലായിരിക്കും കൂടുതൽ എടുക്കുക? ടൈം കൂടുതൽ എടുക്കുന്നത് ഓപ്ഷൻ ബിയിലായിരിക്കും, അല്ലെങ്കിൽ ഫിഗർ ബിയിലായിരിക്കും. സോ കണ്ടക്ഷൻ ഏറ്റവും ഈസ്റ്റ് ആയിട്ട് നടക്കുന്നത്, ഏറ്റവും സ്ലോവർ ആയിട്ട് നടക്കുന്നതും ബിയിലായിരിക്കും. സോ ഏത് പിന്നായിരിക്കും ആദ്യം വീഴാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു പിന്ന് വെച്ചിട്ടുണ്ട്, ഇവിടെയും പിന്ന് വെച്ചിട്ടുണ്ട്. ഏത് പിന്നായിരിക്കും ആദ്യം വീഴ? ആദ്യം ഹീറ്റ് കിട്ടുന്ന അവിടെ ആയിരിക്കും പിന്ന് വീഴുന്നുണ്ടാവുക. അവിടെയാണ് വാക്സ് കോട്ടഡ് ആയിട്ടുള്ള പിന്ന് വെച്ചിട്ടുള്ളത്. സോ ഡെഫിനറ്റ്ലി എയിലായിരിക്കും എന്ത് ചെയ്യുക, പിന്നെ ആദ്യം വീഴുക. കാരണം കണ്ടക്ഷൻ ഏറ്റവും പെട്ടെന്ന് നടക്കുന്നത് എയിലായിരിക്കും. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും, ഇൻ കേസ് ഓഫ് എയിലാണ് വാക്സ് ആദ്യം മെൽറ്റ് ആവുക, അതുപോലെ തന്നെ പിന്നെ താഴേക്ക് വീഴും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യും, നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മുടെ ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ലൈറ്റുമായിട്ട് അല്ലെങ്കിൽ മിററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 0.5 meter in front of a plane mirror, the distance between the object and the image formed by the mirror will be. അതായത് നമ്മളെ മുന്നിൽ ഒരു പ്ലെയിൻ മിറർ ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്ലെയിൻ മിററിൽ നിന്ന് 0.5 meter ഡിസ്റ്റൻസിലാണ് ഒരു ഒബ്ജക്റ്റ് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് നിൽക്കുന്നതിൻ്റെ അതേ ഡിസ്റ്റൻസിലായിരിക്കും പ്ലെയിൻ മിററിൻ്റെ കേസിൽ നമുക്കറിയാം ഒബ്ജക്റ്റും മിററും ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസും എന്തായിരിക്കും? ഇത് ഒബ്ജക്റ്റ് ആണെങ്കിൽ ഒബ്ജക്റ്റും മിററും, ദിസ് ഈസ് M എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തത് മിററാണ്. ഒബ്ജക്റ്റും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസും മിററും ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസും എന്തായിരിക്കും? സെയിം ആയിരിക്കും, നമുക്കറിയാം പ്ലെയിൻ മിററിൻ്റെ കേസിൽ, അല്ലേ? അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അതല്ല. നമ്മളോട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ആൻഡ് ദ ഇമേജ് ഫൗണ്ട് ബൈ ദ മിറർ, അതായത് ഈ ഒരു ഒബ്ജക്റ്റും ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും അഡീഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് 0.5 meter പ്ലസ് 0.5 meter 1 meter ആയിരിക്കും നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. സോ ഓപ്ഷൻ ഡി ആണ് എന്താ റൈറ്റ് ആൻസർ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഓപ്ഷൻ ഡി ആണ് എന്താ നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് മോഷനുമായിട്ട് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നുള്ളത്. 2 students were asked to plot a distance time graph for the motion described by table A and table B. ടേബിൾ ബിയിലും ടേബിൾ എയിലും കൊടുത്തിട്ടുള്ള മോഷൻസ് ട്രാക്ക് ചെയ്തിട്ട് ഒരു ഗ്രാഫ് വരയ്ക്കാൻ 2 സ്റ്റുഡൻസിനോട് പറഞ്ഞു. ആ ഒരു 2 സ്റ്റുഡൻസ് വരച്ചിട്ടുള്ള ഗ്രാഫാണ്, ഒരാൾ വരച്ചിട്ടുള്ള ഗ്രാഫാണ് എന്താ ഇവിടെ തന്നിട്ടുള്ളത്. ഇനി ദ ഗ്രാഫ് ഇൻ ദ ഫിഗർ ഈസ് ട്രൂ. ഗ്രാഫ് ട്രൂ ആയിരിക്കും, ഏതൊക്കെ ടേബിളിനായിരിക്കും ട്രൂ ആയിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. ഒന്നാമത്തെ നോക്കുന്ന സമയത്ത് സീറോ ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ 0 meterൽ 0 minute ആയപ്പോൾ 0 ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ 0 meter ആണ്. ഇനി നമുക്ക് 2 minutes ആയപ്പം ലൈക്ക് ഇവിടെ ആയപ്പം അതിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? 10 meter ആയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഈ ഒരു പോയിന്റ് ആയിരിക്കും. ഇനി
4 മിനിറ്റ്സ് ആയപ്പം 20 ആയിട്ടുണ്ട്, ദാറ്റ് മീൻസ് ഇവിടെ ആയിരിക്കും അതിൻ്റെ പോയിന്റ് വരാം. ഇനി 6 മിനിറ്റ്സ് ആയപ്പം 30 ആയിട്ടുണ്ട്, ദാറ്റ് മീൻസ് ഇവിടെ ആയിരിക്കും അതിൻ്റെ പോയിന്റ് വരാം. ഇനി 8 മിനിറ്റ്സ് ആയപ്പം 40 എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി 10 മിനിറ്റ്സ് ആയപ്പം 50 എത്തിയിട്ടുണ്ട്. ഓക്കെ, സോ ഈ കാര്യം നമ്മൾ നോക്കാം. 2 മിനിറ്റ്സ് ആയപ്പോൾ 10 ആണ്, 4 മിനിറ്റ്സ് ആയപ്പോൾ 20 ആണ്, 6 മിനിറ്റ്സ് ആയപ്പോൾ 30 ആണ്, 8 മിനിറ്റ്സ് ആയപ്പോൾ 40 ആണ്, അതുപോലെ തന്നെ 10 മിനിറ്റ്സ് ആയപ്പോൾ 50 ആണ്. അപ്പോൾ ഇത് ട്രൂ ആണ്. എ എന്ന് പറയുന്ന ടേബിളിന് ട്രൂ ആണ്. ഇനി ബി എന്ന് പറയുന്ന ടേബിൾ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. 0 മിനിറ്റ്സിൽ 0 ആണ്, 1 മിനിറ്റ് അതായത് ദാറ്റ് ഈസ് ഈ ഒരു പോയിന്റ് ആയിരിക്കും. ഈ ഒരു പോയിന്റിൽ എത്തിയപ്പം അതിന് 5 ആണ്. അപ്പം ഈ അതിൻ്റെ പ്ലോട്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് വേറൊരു കളറിൽ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. വേറൊരു കളറിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു പോയിന്റ് ആയിരിക്കും അതിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു പോയിന്റിലായിരിക്കും അത് ഉണ്ടാവുക. ഇനി നമുക്ക് തന്നിട്ടുണ്ട് 2 മിനിറ്റ്സിൽ 10 മീറ്റർ കവർ ചെയ്തിട്ടുണ്ട്, ദാറ്റ് മീൻസ് ഇതായിരിക്കും അതിൻ്റെ പോയിന്റ്. ഇനി 3 മിനിറ്റ്സ് ദാറ്റ് ഈസ് ഇതിൻ്റെയും ഇൻ മിഡിലാണ്. സോ നമ്മൾ നോക്കുന്ന സമയത്ത് 15 ആണ്. സോ ഇവിടെയും കറക്റ്റായിട്ട് അതിന് വരുന്നുണ്ട്. ഇനി നമുക്ക് 4 മിനിറ്റ്സിൽ 20 ആണ്, അത് ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇനി 5 മിനിറ്റ്സിൽ 25, 5 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്, ദറ്റ് ഈസ് 25-ലായിരിക്കും അതിൻ്റെ വാല്യൂ വരാം. സോ 2 പേർക്കും ഈ ഗ്രാഫ് അപ്ലിക്കബിൾ ആണ്, 2 മോഷനും ഈ ഗ്രാഫ് അപ്ലിക്കബിൾ ആണ്. സോ ഈസിലി പറയാൻ പറ്റും ബോത്ത് എ ആൻഡ് ബിക്ക് എന്താണ് ഈ ഒരു ഗ്രാഫ് അപ്ലിക്കബിൾ ആണ്. കാരണം ഈ സ്ട്രെയിറ്റ് ലൈനിലൂടെയാണ് ടേബിൾ എയിൽ റെപ്രസെൻറ്റ് ചെയ്ത മോഷൻ നടക്കുന്നതും ടേബിൾ ബിയിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള മോഷൻ നടക്കുന്നതും. സോ ഗ്രാഫ് എന്ത് ചെയ്യാൻ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പറ്റണം, നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റണം എങ്ങനെയാണ് കറക്റ്റായിട്ട് പോകുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ഓപ്ഷൻ എന്താണ്, ആണ് എന്താ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരാം. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് അടുത്ത് തന്നിട്ടുള്ളത്. മാത്സ് ഫോളോയിങ്ങിൽ നമുക്ക് തന്നിട്ടുണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകൾ തന്നിട്ടുണ്ട്. ആസിഡ് ബേസ് ആൻഡ് സോൾട്ട് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ളത് എങ്ങനെയാണ് മാച്ച് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. സോ നമുക്ക് നോക്കാം. മീഥൈൽ ഓറഞ്ച് എന്ന് പറയുന്നത് ഒരു സിന്തറ്റിക് ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. ഒരു സിന്തറ്റിക് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ് മീഥൈൽ ഓറഞ്ച് എന്ന് പറയുന്നത്. മീഥൈൽ ഓറഞ്ചിന്റെ കേസാണ് നമ്മളോട് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. മീഥൈൽ ഓറഞ്ചിൽ എന്താണ്, മീഥൈൽ ഓറഞ്ചിന്റെ കളർ ചേഞ്ച് എന്താണ് നടക്കുന്നതെന്നാണ് ചോദിച്ചത്. മീഥൈൽ ഓറഞ്ചിൽ നടക്കുന്ന കളർ ചേഞ്ച് എന്ന് പറയുന്നത് അത് യെല്ലോ ആയിരിക്കും. എവിടെ ഉണ്ടാവുക, യെല്ലോ ആയിരിക്കും ബേസ് ആഡ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ റെഡ് ആയിരിക്കും അത് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ. ഓക്കെ, മീഥൈൽ ഓറഞ്ചിന്റെ കളർ ചേഞ്ച് എന്ന് പറയുന്നത് യെല്ലോ ആയിരിക്കും. എപ്പോൾ ഉണ്ടാവുക, യെല്ലോ ആയിരിക്കും നമ്മൾ ബേസ് ആഡ് ചെയ്യുന്ന സമയത്ത്, റെഡ് ആയിരിക്കും ആസിഡ് ആഡ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ പി കറക്റ്റ് ആയിട്ട് വരുന്നത് 6-ലേക്കാണ്. സോ പി 6 ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി ഫോമിക് ആസിഡ് നമുക്ക് കാണാൻ പറ്റുക ആൻഡിന്റെ സ്റ്റിങ്ങിലാണ്. സോ ബി ക്യൂ കറക്റ്റ് ആയിട്ട് വരിക 4-ലേക്കാണ്. ടേമറിക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. ടേമറിക് ഈസ് എ നാച്ചുറൽ ഇൻഡിക്കേറ്റർ. അത് ആസിഡിലാണെങ്കിൽ യെല്ലോ ആണ്, ബേസിലാണെങ്കിൽ ബ്രിക്ക് റെഡ് കളറാണ്. സോ നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം ടർമറിക് യെല്ലോ ഇൻ അസിഡിക് ആണ്. സോ കറക്റ്റ് ആയിട്ട് 7-ലേക്കാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത് നമുക്ക് കേർഡിൽ കാണാൻ പറ്റുന്ന ഒരു ആസിഡാണ്. കേർഡിലുള്ള ആസിഡ് ലാക്റ്റിക് ആസിഡ് ആണ്. ഇനി കാൽഷ്യം ഹൈഡ്രോക്സൈഡ് വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് ലൈം വാട്ടർ, സൊല്യൂഷൻ ഫോം ഓഫ് കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെയാണ് നമ്മൾ ലൈം വാട്ടർ എന്ന് വിളിക്കുന്നത്. സോ ലൈം വാട്ടർ ഇവിടെ ഉണ്ടോ, ലൈം വാട്ടർ ഉണ്ട്. സോ ഇത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് വരാം. അപ്പം കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു ഓപ്ഷൻ നോക്കാം. അടുത്തത് എന്താണ്, അടുത്തത് നമുക്ക് തന്നിട്ടുള്ളത് ടാർട്ടാറിക് ആസിഡ് ആണ്. ടാർട്ടാറിക് ആസിഡ് എന്ന് പറയുന്നത് എന്താ, ടാർട്ടാറിക് ആസിഡ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കാണാവുന്ന, നമുക്ക് അൺറൈപ്ഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സിലും ടാമറിൻഡിലും ഒക്കെ കാണുന്ന ഒരു ആസിഡാണ് ടാർട്ടാറിക് ആസിഡ് എന്ന് പറയുന്നത്. സോ കറക്റ്റ് ആയിട്ട് 3-ലേക്കാണ് മാർക്ക് ചെയ്യുന്നത്. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മേജർ ആയിട്ടുള്ള ഒരു ബേസ് ആണ്. സോ നമുക്ക് ഈസിലി അതും മാർക്ക് ചെയ്യാം. സോ നമുക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റും എ കറക്റ്റ് ആയിട്ട് വരുന്ന ഏതാണ്, സോറി പി കറക്റ്റ് ആയിട്ട് വരുന്ന ഏതാണ്, പി കറക്റ്റ് ആയിട്ട് വരുന്നത് 6 ആണ്, ക്യൂ 4 ആണ്, ആർ 7 ആണ്, അതുപോലെ തന്നെ എസ് 2 ആണ്. ദെൻ നമുക്ക് നോക്കാൻ പറ്റുന്ന ടി 5 ആണ്, ദെൻ യു 3 ആണ്, ആൻഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 5 1 ആണ് വരുന്നത് അല്ലേ. യെസ്, അപ്പോൾ നമുക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റും ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. കാരണം ടി ക്യൂ ആർ എസ് ടി യു വി ഒക്കെ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത് നമ്മളുടെ ഡി ആണ്, ഓപ്ഷൻ ഡി ആണ്. സോ ഓപ്ഷൻ ഡി ആണ് എന്ത് നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോവാം. നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ്, ഫോളോയിങ് ആർ പ്രിക്കോഷൻസ് വൺ മസ്റ്റ് ടേക്ക് ഇൻ കേസ് ഓഫ് storm is accompanied by lightning, which one of these is not correct. അതായത് ഏതാണ് കറക്റ്റ് അല്ലാത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ലൈറ്റ്നിങ് അല്ലെങ്കിൽ ഒരു തണ്ടർ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മിന്നൽ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഡു നോട്ട് ടേക്ക് ഷെൽട്ടർ അണ്ടർ ട്രീ, അതായത് ഒരു മരത്തിന്റെ താഴെ നമ്മൾ നിൽക്കരുത് എന്നാണ് പറയുന്നത്. കാരണം മരം എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ഏരിയയിലായിരിക്കും ഉണ്ടാവുക അല്ലെ.
അപ്പോൾ മരത്തിൻ്റെ താഴെയിലൂടെ നമ്മൾ താഴെ നിന്നാലും നമുക്ക് അവിടെ മിന്നൽ അടിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ലൈറ്റ്നിങ് നമ്മളെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ഇത് ഒരു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, നമ്മളോട് നോട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്നാണ് ചോദിച്ചുള്ളത്. ഇനി ഡു നോട്ട് ടേക്ക് ഷെൽട്ടർ അണ്ടർ എൻ അംബ്രല്ല വിത്ത് എ മെറ്റാലിക് എൻഡ്, അതായത് ഒരു മെറ്റാലിക് എൻഡ് ഉള്ള ഒരു അംബ്രല്ല യൂസ് ചെയ്തിട്ടുണ്ട്. മെറ്റൽസ് നമുക്കറിയാം ഇലക്ട്രിസിറ്റീനെ കണ്ടക്ട് ചെയ്യുന്ന ആളാണ്. സോ നമ്മൾ മെറ്റാലിക് ആയിട്ടുള്ള ഒരു അംബ്രല്ല യൂസ് ചെയ്തിട്ടുണ്ട്, ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് അവിടെ ലൈറ്റ്നിങ് ഏൽക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇതും എന്താണ്, കറക്റ്റ് ആണ്. ഇനി നമുക്ക് നോക്കാം, ഡു നോട്ട് ടേക്ക് ഷെൽട്ടർ ഇൻ എ ബസ് ഇൻ ദ ഓപ്പൺ, അതായത് ഒരു ബസ്സിന്റെ അകത്ത് നമ്മൾ ലൈറ്റ്നിങ് വരുന്ന സമയത്ത് ഇരിക്കരുത് എന്നാണ് പറയുന്നത്. അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ബസ്സിനകത്ത് നമുക്ക് ഏറ്റവും സേഫ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ബസ്, അതുപോലെ തന്നെ കാർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള, അതായത് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു റൂമിൽ അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൻ്റെ അകത്തൊക്കെയാണ് നമ്മൾ ലൈറ്റ്നിങ് വരുന്ന സമയത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഷോക്ക് അടിക്കില്ല. അത് കണ്ടെത്തിയിട്ടുള്ളത്, അതായത് ലൈക്ക് നമുക്ക് ഫാരഡേ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ് ഇത്. അപ്പം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. അപ്പം നമ്മളൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൻ്റെ അകത്ത്, അതായത് നമുക്ക് എയറും സർക്കുലേഷൻ ഒക്കെ ഉണ്ടെങ്കിലും ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൻ്റെ അകത്താണ് നമ്മൾ ലൈറ്റ്നിങ് വരുമ്പോൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് മെറ്റാലിക് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ ആണെങ്കിൽ ആ മെറ്റലിൻ്റെ പുറത്തായിരിക്കും ലൈറ്റ്നിങ് അഫക്റ്റ് ചെയ്യുക, അകത്തേക്ക് ലൈറ്റ്നിങ് അഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, സോ നമുക്ക് ഇത് എന്താണ്, ഇത് റോങ് ആയിട്ടുള്ളതാണ്. കാരണം നമ്മൾ ബസ്സിനകത്ത് ഷെൽട്ടർ ഇരിക്കുന്ന ഏറ്റവും നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള മെത്തഡാണ്. സോ ഓപ്ഷൻ സി ആണ് എന്ത്, നമ്മൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ റൈറ്റ് ആൻസർ. ഇനി നമുക്ക് ഓപ്ഷൻ ഡിയും നോക്കാം. ഡു നോട്ട് ടേക്ക് ഷെൽട്ടർ ഇൻ ഓപ്പൺ ഗ്യാരേജ്, ഒരു ഓപ്പൺ ഗ്യാരേജിൽ അല്ലെങ്കിൽ സ്റ്റോറേജ് ഷെഡിലൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, ലൈറ്റ്നിങ് വരുന്ന സമയത്ത് ഇരിക്കരുത്. കാരണം അവിടേക്ക് ലൈറ്റ്നിങ് എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഈ ഒരു ഓപ്ഷൻ ആണ് ഇൻകറക്റ്റ് ആയിട്ട് വന്നുള്ളത്. ഓപ്ഷൻ സി ആണ് എന്ത്, നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ടർ പൊല്യൂട്ടഡ് ബൈ വേരിയസ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് കോസസ് എ നമ്പർ ഓഫ് വാട്ടർ ബോൺ ഡിസീസസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വാട്ടർ ബോൺ ഡിസീസ്. വാട്ടർ ബോൺ ഡിസീസ് അല്ലാത്തത്, വെള്ളത്തിലൂടെ പകരാത്ത ഡിസീസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ നോക്കുന്ന സമയത്ത് കോളറ, ടൈഫോയിഡ്, ഡിസെൻട്രി, ഇതൊക്കെ വാട്ടറിലൂടെ പകരുന്ന ഡിസീസാണ്. ബട്ട് നെഫ്രൈറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് കിഡ്നിക്ക് വരുന്ന ഒരു രോഗമാണ് കേട്ടോ, നെഫ്രൈറ്റീസ് എന്ന് പറയുന്നത്. സോ നെഫ്രൈറ്റീസ് നമുക്ക് എന്താണ്, നമുക്ക് വാട്ടർ ബോൺ ആയിട്ടുള്ള ഡിസീസ് അല്ല, നമ്മളുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് വരുന്ന ഒരു ഡിസീസാണ് നെഫ്രൈറ്റീസ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം നമുക്ക് വാട്ടർ ബോൺ ആയിട്ട് വരുന്നതാണ്. ടൈഫോയിഡ് ആവട്ടെ, കോളർ ആവട്ടെ, ഡിസെൻട്രി ആവട്ടെ, എല്ലാം നമുക്ക് വാട്ടർ ബോൺ ആയിട്ട് വരുന്നത് കേട്ടോ. സോ ഈസിലി നമുക്ക് പറയാൻ പറ്റും ഓപ്ഷൻ എ ആണ് ദ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. മൂവ്മെന്റ് ഓഫ് ഷോട്ട് ടുവേർഡ്സ് ദ ലൈറ്റ്, അതായത് ലൈറ്റിനനുസരിച്ച് നമ്മളൊരു പോട്ടഡ് പ്ലാന്റ് അല്ലേ, നമ്മളൊരു പോട്ടിൽ നമ്മളൊരു പ്ലാന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന്റെ ലീഫും അതുപോലെ തന്നെ ബാക്കിയുള്ള പാർട്ടുകളും ഫ്ലവർ ഒക്കെ എന്ത് ചെയ്യും, ലൈറ്റ് വരുന്നതിനനുസരിച്ച് അതെന്ത് ചെയ്യും, അത് ആ ലൈറ്റിനനുസരിച്ച്, ഇപ്പോൾ സണ്ണ് ഇവിടെ ഉണ്ടെങ്കിൽ സണ്ണിൻ്റെ ടുവേർഡ്സ് ആയിട്ട് അത് ബെൻഡ് ആവും. ആ ഒരു കണ്ടീഷനെയാണ് ഫോട്ടോട്രോപ്പിസം എന്ന് വിളിക്കുക കേട്ടോ. ഇതിനെ ഫോട്ടോട്രോപ്പിസം എന്നാണ് വിളിക്കുക. ലൈറ്റിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ലൈറ്റിനനുസരിച്ച് ബെൻഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫോട്ടോട്രോപ്പിസം എന്ന് വിളിക്കുക. സോ ഫോട്ടോട്രോപ്പിസം ആണ് എന്താ നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരാം. സോ ഓപ്ഷൻ ഡി ആണ് എന്താ ഈ ഒരു ക്വസ്റ്റ്യൻ റൈറ്റ് കേട്ടോ. ലൈറ്റിനനുസരിച്ച്, ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫോട്ടോ മീൻസ് ലൈറ്റ് ആണ്. ലൈറ്റിനനുസരിച്ച് അത് ഗ്രോത്ത് കാണിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് സിഗ്നൽ ലൈറ്റ് എന്ന് പറയുന്ന ആ സിഗ്നലിനനുസരിച്ച് ബെൻഡിങ് കാണിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഫോട്ടോട്രോപ്പിസം എന്ന് വിളിക്കുക. ഇനി ജിയോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ എർത്തിന് ടുവേർഡ്സ് ആയിട്ട്, ലൈക്ക് നമ്മൾ ഗ്രാവിറ്റിക്ക് ടുവേർഡ്സ് ആയിട്ടുള്ള ഗ്രോത്തിനെയാണ് നമ്മൾ ജിയോട്രോപ്പിസം എന്ന് വിളിക്കുക. ഇത് റൂട്ടിലാണ് കാണാൻ പറ്റുക. ഹൈഡ്രോട്രോപ്പിസം എന്ന് പറയുന്നത് റൂട്ടിൽ കാണുന്നതാണ്. വാട്ടറിന് ടുവേർഡ്സ് ആയിട്ടുള്ള ആ ഗ്രോത്തിനെയാണ് നമ്മൾ ഹൈഡ്രോട്രോപ്പിസം എന്ന് വിളിക്കുക. അതുപോലെ തന്നെ കീമോട്രോപ്പിസം എന്ന് വിളിച്ചാൽ നമുക്ക് സർട്ടൻ ആയിട്ടുള്ള കെമിക്കൽസിന് അനുസരിച്ച് ഗ്രോ ചെയ്യാം. കെമിക്കൽസ് കിട്ടുന്നതിനനുസരിച്ച് ഗ്രോ ചെയ്യുന്നതിനാണ് കീമോട്രോപ്പിസം എന്ന് വിളിക്കുക. ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ കാണാം പോളൻ ട്യൂബിൻ്റെ ഫോർമേഷൻ ആണ് കേട്ടോ. അതായത് നമ്മൾ പോളിനേഷൻ കഴിഞ്ഞിട്ട് പോളൻ ഗ്രെയിൻസ് ഒരു പോളൻ ട്യൂബ് എന്ന് പറയുന്ന ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എഗ്ഗിൻ്റെ ടുവേർഡ്സ് ആയിട്ട് മെയിൽ ഗമീറ്റ് ഫോം ചെയ്യാൻ അല്ലെങ്കിൽ മെയിൽ ഗമീറ്റ് ട്രാൻസ്ഫർ ചെയ്യാനാണ് ആ പോളൻ ട്യൂബ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പോളൻ ട്യൂബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും കീമോട്രോപ്പിസം എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ്. ഓക്കെ, സോ ഇതൊക്കെ എന്താണ് പ്ലാന്റ്സിൽ നടക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണ് മനസ്സിലാക്കുക. ലൈറ്റിൻ്റെ ടുവേർഡ്സ് ആണെങ്കിൽ നമ്മൾ ഫോട്ടോട്രോപ്പിസം എന്നാണ് വിളിക്കുക. സോ ഈസിലി എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക, ഓപ്ഷൻ ഡി ആണ് എന്താ നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സ്പൈനൽ കോഡ് ഒറിജിനേറ്റ്സ് ഫ്രം, സ്പൈനൽ കോഡ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ്. സ്പൈനൽ കോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മൾ ബ്രെയിൻ നോക്കുകയാണ് അല്ലേ. ബ്രെയിൻ നോക്കുന്ന സമയത്ത് ബ്രെയിനിന്റെ ഏറ്റവും മുകളിലുള്ള ഏരിയ ഉണ്ട്, ദാറ്റ് ഈസ് സെറിബ്രം, മെയിൻ പാർട്ട് ഉണ്ട്. സെറിബ്രം കഴിഞ്ഞിട്ട് എന്തുണ്ട്, സെറിബെല്ലം എന്ന് പറയുന്ന പാർട്ടുണ്ട്, ഇക്വിലിബ്രിയം ഒക്കെ കൺട്രോൾ ചെയ്യുന്ന പാർട്ടുണ്ട്. ദെൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രെയിൻ എന്തുണ്ട്, ബ്രെയിനിന് ഒരു പാർട്ടുണ്ട്, ദാറ്റ് ഈസ് പോൺസ് കഴിഞ്ഞിട്ട് പോൺസിന്റെ താഴെയുള്ള പാർട്ടാണ് എന്താ നമ്മുടെ മെഡുല എന്ന് പറയുന്നത്, വോളണ്ടറി ആക്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന സ്ഥലം. അതിന് താഴേക്കാണ് എന്ത് ചെയ്യുക, നമ്മളെ സ്പൈനൽ കോഡ് വരുന്നത്. സോ മെഡുല കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്,
പെർട്ടിക്കുലർലി പറയുകയാണെങ്കിൽ നമ്മൾ സ്പൈനൽ കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈസിലി നമുക്ക് പറയാൻ പറ്റും മെഡുലയാണ് എന്താ ഒറിജിനേറ്റ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത്. സ്പൈനൽ കോഡ് ഒറിജിനേറ്റ് ചെയ്യുന്നത് മെഡുല എന്ന് പറയുന്ന പാർട്ടിൽ നിന്നാണ്. സോ ഈസിലി നമുക്ക് പറയാൻ പറ്റും ഓപ്ഷൻ ബി ആണത് ഈ ഒരു ക്വസ്റ്റിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഈസ് എ ട്രൂ ഫിഷ്? ഇതിൽ ഏതാണ് ട്രൂ ആയിട്ടുള്ള ഫിഷ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ട്രൂ ആയിട്ടുള്ള ഫിഷ് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചത്. ജെല്ലി ഫിഷ് ഒരു ഫിഷ് അല്ല. ജെല്ലി ഫിഷ് ഒരു ഫിഷ് അല്ല. ഇറ്റ്സ് എൻ ഇൻവേർട്ടിബ്രേറ്റ്. വേർട്ടിബ്രേറ്റ് കോളം ഒന്നും ഇല്ലാത്തൊരു ഇൻവേർട്ടിബ്രേറ്റ് ആണിത്. നമ്മൾ ജെല്ലി ഫിഷ് എന്ന് പറയുന്നത് ജെല്ലി ഫിഷ് കേട്ടോ. ജെല്ലി ഫിഷ് എന്ന് പറയുന്നത് ഒരു ഫിഷ് അല്ല, ട്രൂ ആയിട്ടുള്ള ഒരു ഫിഷ് അല്ല. ഇനി സ്റ്റാർ ഫിഷ് എന്ന് പറയുന്നത് എന്താണ്? അതും ട്രൂ ആയിട്ടുള്ള ഫിഷ് അല്ല. ഫിഷിന് എന്തുണ്ട്? വേർട്ടിബിൾ കോളം ഉണ്ട്. ഇപ്പോൾ ഫിഷിന് വേർട്ടിബിൾ കോളം ഉണ്ട്. വേർട്ടിബിൾ കോളം ഇല്ലാത്തവരൊക്കെ ഫിഷ് അല്ല. അപ്പം സ്റ്റാർ ഫിഷ് എന്ന് പറയുന്നത് നമ്മൾ പേര് അങ്ങനെ വിളിക്കുന്നുള്ളൂ, ബട്ട് ദേ ആർ നോട്ട് ഫിഷ് കേട്ടോ. അവർ ഫിഷ് അല്ല. ഇനി ഡോഗ് ഫിഷ്. ഡോഗ് ഫിഷ് എന്ന് പറയുന്നത് നമ്മൾ ഷാർക്കിനെ വിളിക്കുന്ന പേരാണ്. ഷാർക്ക് ഒരു ഫിഷ് ആണ്. സോ ഓപ്ഷൻ സി ആയിരിക്കും നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇനി നമുക്ക് സിൽവർ ഫിഷ് എന്ന് പറയുന്ന ഒരാളുണ്ട്. ഇത് ഫിഷേ അല്ല. ഇത് ജെല്ലി ഫിഷോ അല്ലെങ്കിൽ വാട്ടറിൽ ലിവ് ചെയ്യുന്ന ഒരു ഓർഗാനിസം അല്ല. ഇതെന്താണ്? ഇത് ഒരു ഇൻസെക്റ്റ് ആണ് കേട്ടോ. സിൽവർ ഫിഷ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഇൻസെക്റ്റ് ആണ്. ഇതൊരു ഇൻസെക്റ്റ് ആണ്. സോ ഈ കാര്യം എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. സോ ട്രൂ ഫിഷ് ആയിട്ട് വരുന്നത് ഷാർക്ക് മാത്രമാണ്. സോ ഓപ്ഷൻ സി ആണ് എന്താ നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഡോഗ് ഫിഷ് എന്ന് വിളിക്കുന്നത് ഷാർക്കിനെയാണ് കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? മനസ്സിലാക്കി വെക്കാം. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ദിസ് ഈസ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. ഈ ഒരു പാർട്ടിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്സ് ഓഫ് എ പ്ലാന്റ് ടേക്ക് പാർട്ട് ഇൻ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ പാർട്ടായിട്ടുള്ളത് നമ്മളെ പ്ലാന്റിന്റെ ഏത് പാർട്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫ്ലവർ ആണോ, സീഡ് ആണോ, ഫ്രൂട്ട് ആണോ, ബ്രാഞ്ച് ആണോ എന്ന് ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ ഈ ഒരു ക്വസ്റ്റ്യന്റെ റൈറ്റ് ആൻസർ എന്ത് ചെയ്യുക? നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ത് ചെയ്യുക? നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് ഇനിയും ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനി ഒരുപാട് വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. സോ എംസാറ്റ് STSC പോലെയുള്ള എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക? ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസിനൊക്കെ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൾന്ന് പ്രസ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക? ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ താങ്ക് യു.